ഹായ് നമസ്കാരം ഫാസിലാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുവെച്ചാൽ നമ്മളെ കൃഷിയിൽ നമുക്ക് പല രീതിയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഏത് ജൈവ സ്ലറികൾ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഇതുപോലത്തെ സൂക്ഷ്മ ജീവാണു വളങ്ങൾ റെഡിയാക്കുമ്പോഴൊക്കെ ഈ ശർക്കര എന്തിനാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ശർക്കരന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ശർക്കര എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ വളങ്ങൾ റെഡിയാക്കുമ്പോൾ അത് പെട്ടെന്ന് പുളിച്ചിട്ട് വളമായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ശർക്കര ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ജൈവ സ്ലറികൾ പുളിപ്പിച്ച വളങ്ങളൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ അതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ശർക്കര ഇട്ട് റെഡിയാക്കുമ്പോൾ ഈ ബാഡ് സ്മെല്ലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് കൂടാതെ ഒരുപാട് പോഷക ഗുണങ്ങളും നമ്മളെ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജൈവ സ്ലറികൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യുന്ന ജീവാണു വളങ്ങൾ റെഡിയാക്കുമ്പോഴൊക്കെ നമ്മൾ അതിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.